നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 13-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2 ഘട്ടമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിലായിട്ട് ഇന്ന് ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് മുൻപായിട്ട് ഫലം ഏറെക്കുറെ പൂർണ്ണമായിട്ട് അറിയാനാകും. 11 മണിയോടെ ചിത്രം തെളിയും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് പ്രത്യേകം ഹാളുകളിലാണ് വോട്ടെണ്ണൽ. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ അതാത് ഭരണാധികാരികളുടെ മേശകളിൽ എണ്ണും. ജില്ലാ പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ കളക്ടറേറ്റിലാണ് എണ്ണുക. ഭരണാധികാരിയുടെ മേശയിൽ തപാൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് അതുവരെ ലഭിക്കുന്ന തപാൽ വോട്ടുകൾ കവർ പൊട്ടിച്ച് എല്ലാ ഫോമുകളും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും എണ്ണുക. നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന തപാൽ ബാലറ്റുകൾ വൈകി ലഭിച്ചു എന്ന് രേഖപ്പെടുത്തി എണ്ണാതെ മാറ്റിവെക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വീടുകൾക്ക് മുകളിൽ നിർമ്മിക്കുന്ന പ്രത്യേക മേൽക്കൂരകളുടെ അതായത് ട്രസ് വർക്കുകളുടെയൊക്കെ തന്നെ ഉയരത്തിൽ ഇളവ് അനുവദിക്കാൻ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി തയ്യാറാക്കിയിരിക്കുകയാണ്. ടെറസിൽ നിന്നും ഷീറ്റിലേക്കുള്ള ഉയരം 2 മുതൽ 4 മീറ്ററിൽ കൂടരുതെന്ന നിബന്ധനയോടെ 3 നില വരെയുള്ള വീടുകൾക്കാണ് ഇളവ്. ഇതിന് പ്രത്യേക ഫീസോ അനുമതിയോ വേണ്ടിവരില്ല. നിലവിൽ ടെറസിലെ പാരപ്പറ്റിനും മേൽക്കൂരയ്ക്കും 1.20 മീറ്റർ ഉയരമാണ് ചട്ടത്തിലുള്ളത്. ലോ റിസ്ക് അല്ലാത്ത കെട്ടിടങ്ങൾക്ക് നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനുള്ള സ്ഥലപരിശോധനയും ഒഴിവാകും. സ്മാർട്ടിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കി അനുമതി നൽകാനാണ് വ്യവസ്ഥ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇപ്പോൾ BPL റേഷൻ കാർഡ് അതായത് PHH പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് നീല വെള്ള കാർഡ് ഉടമകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുവാനുള്ളവരുടെയൊക്കെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായിരുന്നു. അതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെ ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണന BPL കാർഡിൻ്റെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അവർക്ക് ഓൺലൈനായിട്ട് ഈ ഡിസംബർ മാസം 17-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപേക്ഷ നൽകാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ നമുക്കറിയാം കൂടുതൽ റേഷൻ വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ, ധനസഹായങ്ങളൊക്കെ തന്നെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 16-ാം തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ്. ഈ പ്രാവശ്യം ഡിസംബറിലെ പെൻഷൻ നേരത്തെ എത്തുകയാണ്. അതായത് 15-ാം തീയതി വരുന്ന തിങ്കളാഴ്ച മുതൽ തന്നെ ഈ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുള്ളത്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് തിങ്കളാഴ്ച മുതൽ നടക്കുക. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു അറിയിപ്പ് നൽകിയിരുന്നു. അതായത് വിതരണം തിങ്കളാഴ്ച എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് തന്നെ എല്ലാവർക്കും ഈ തുക എത്തിച്ചേരണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഇത്തരത്തിൽ തുക കൃത്യതീയതിയിൽ വിതരണം നടക്കാതെ തടസ്സങ്ങളൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ട്. ചില മാസങ്ങളിലൊക്കെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സോ കാരണം വിതരണം ഈ പ്രോസസ്സ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമെങ്കിലും ചില സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ അതുമൂലമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് അത് എത്താത്തത് മൂലമോ ഒക്കെ വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വൈകിയൊക്കെയാണ് ഇതിൻ്റെ വിതരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ തന്നെയും അടുത്ത ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ആഘോഷ ദിവസങ്ങളൊക്കെ തന്നെ വരികയാണ്. മാത്രമല്ല ക്രിസ്മസ്, പുതുവത്സരം ഒക്കെ തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ വർദ്ധിപ്പിച്ച ധനസഹായം അത് 2000 രൂപ എത്രയും വേഗം എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കഴിഞ്ഞ ആഴ്ചയിൽ 2 ഗഡുക്കൾ വിതരണം നടത്തുകയുണ്ടായി. അതായത് 3200 രൂപയോളം കുടിശ്ശിക നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇനി 15-ാം തീയതി മുതൽ മറ്റ് പെൻഷൻകാരോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യം തീർച്ചയായിട്ടും അതിൻ്റെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഡിസംബർ 12-ാം തീയതി സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 175 രൂപ കൂടി 12,160 രൂപയിലും പവന് 1400 രൂപ കൂടി 97,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. കഴിഞ്ഞ ദിവസത്തെ കുറഞ്ഞും കൂടിയുമുള്ള ഇരട്ട നിരക്കുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സ്വർണ്ണവില ഉപഭോക്താക്കളെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്.
പവന് ഇപ്പോൾ 1 ലക്ഷത്തിൽ എത്താനായിട്ട് ഇനി 2720 രൂപയുടെ കുറവ് മാത്രമാണുള്ളത്. ഇനി ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1,05,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടതായിട്ട് വരും. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.